വീടിന്റെ തറയിലെ ടൈലുകൾക്കിടയിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്ന പ്രതിഭാസം കണ്ട ആകെ ആശങ്കയിലായിരിക്കുകയാണ് ഒരു കുടുംബം. കോട്ടയം പാറത്തോട മുക്കാലി സ്വദേശി ഷുക്കൂറിന്റെ വീട്ടിലെ ടൈലുകൾക്കിടയിലൂടെയാണ് വെള്ളം പുറത്തേക്കൊഴുകുന്നത്. കഴിഞ്ഞ 7 ദിവസമായി ഈ പ്രതിഭാസം കണ്ടുവരുന്നുവെന്ന് ഈ കുടുംബം പറയുന്നു. ഇത് പൊതുവെ ജലലഭ്യത കുറവുള്ളൊരു പ്രദേശം കൂടിയാണ്. വീട്ടാവശ്യങ്ങൾക്ക് പോലും പണം നൽകി വെള്ളം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീടിന്റെ ടൈലുകൾക്കിടയിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നത്. 7 ദിവസം മുമ്പാണ് ഇത് കണ്ടത് അല്ലേ? 7 ദിവസം മുമ്പായി കണ്ടത്. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം. ഈ കിണറ്റിലാണെങ്കിൽ വെള്ളം അടുപ്പിക്കുക, കിണർ പറ്റി കിടക്കുന്ന കിണറാണ്. അപ്പം വെള്ളം എല്ലാ റൂമുകളിലും പൊങ്ങി അത് തുടച്ചു കളഞ്ഞ് പിന്നെയും വരും. ഇങ്ങനെ സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുക 6-7 ദിവസമായിട്ട്. പൈപ്പ് ലൈനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. പൈപ്പ് ലൈൻ്റെ ആണെന്ന് പറഞ്ഞാൽ അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ബാത്റൂമിലെയും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാ റൂമുകളിലെയും തറയിലെ ടൈലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. എല്ലാ റൂമുകളിലും ഉണ്ട്. എല്ലാ റൂമുകളുടെയും ഈ സിറ്റ് ഔട്ടിലെല്ലാം ഉണ്ട്. അത് എടുത്ത് കളയും തോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. രാത്രിയും പകലും ഒക്കെ ഒരേ രീതിയിൽ പ്രതിഭാസം തുടരുകയാണ്. രാത്രിയിൽ ഇത്രയും വരുന്നില്ല. നേരം എടുത്തൊരു 9 മണിയോട് കൂടിയാണ് പിന്നെ ഇത് വരുന്നത്. രാത്രിയിൽ പിന്നെ തുടച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ ശല്യമൊന്നുമില്ല. ഇത് എന്തെങ്കിലും പൈപ്പുകൾ വല്ലതും പൊട്ടി അങ്ങനെ ഇതിനകത്തൂടെ വെള്ളം പുറത്തേക്ക് വരുന്നതാകുമോ? ഇല്ല, പൈപ്പ് ഈ പ്ലംബറെ വിളിച്ച് നോക്കി അന്ന് തന്നെ പൈപ്പെല്ലാം ബ്ലോക്ക് ചെയ്തു. ബാത്റൂമിലെല്ലാം പൈപ്പുകളെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് മറ്റൊരിടത്തുനിന്നും വെള്ളം വരാനുള്ള വകുപ്പില്ല. നിലവിൽ ടാങ്കിൽ, വീടിൻ്റെ മുകളിലുള്ള ടാങ്കിൽ വെള്ളമില്ല. അത് പൂർണ്ണമായി ബ്ലോക്ക് ചെയ്ത അവസ്ഥയിലാണ്. ബ്ലോക്ക് ചെയ്തിരിക്കുക. ടാങ്ക് ബ്ലോക്ക് ചെയ്തിരിക്കുക. പക്ഷേ പിന്നീടും തുടരുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടിരിക്കുന്നത്. ഭൂജല വകുപ്പ് ഇവിടെ പരിശോധന നടത്തി. അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് 2 ദിവസം കൂടി നോക്കിയിട്ട് ഇനി പൈപ്പിൽ നിന്ന് പോയ വെള്ളം എങ്ങാനും കിടക്കുന്നത് തീർന്നു പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കാമെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. 2 ദിവസം കൂടെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈപ്പെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയും കൂടെയാണ്. എന്നാലും അവരുടെ ഒരു സംശയം പറഞ്ഞിട്ട് പോയിരിക്കുക. വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. വലിയൊരു ആശങ്കയിൽ തന്നെ 7 ദിവസമായിട്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. നേരം വെളുത്ത് വയ്യോളം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കുക. മുക്കി പിഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. എല്ലാ റൂമിലും ഉണ്ട്. ഒരു റൂമിലെന്നല്ല, എല്ലാ റൂമുകളിലും, അടുക്കളയിലും, സിറ്റ് ഔട്ടിലും എല്ലാം ഉണ്ട്. കാർ പോർച്ച് ഒഴികെ മറ്റെല്ലാ ഭാഗത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വീട് വെച്ചിട്ട് 2 വർഷമായി, പുതിയ വീടാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ തറ കെട്ടി 4 മാസമൊക്കെ കഴിഞ്ഞാൽ ഭിത്തി കെട്ടിയത്. അത് കഴിഞ്ഞും വാർത്ത് കുറേ ഒരു 3-4 മാസം ഇങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞാൽ വീട് വെച്ചത്. ടൈലൊക്കെ ഇട്ട് 2 വർഷമായിട്ട് ഒരു നനവോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഇന്ന് 7 ദിവസമായി. നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ വന്നിട്ട് കുറേ അങ്ങ് ഒഴുകി വരും. അങ്ങനെയാണ് സംഭവം. പക്ഷേ നമ്മൾ വീട്ടാവശ്യത്തിന് ഇപ്പോഴും വില കൊടുത്ത് കിണറ്റിലേക്ക് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ടാങ്കറിന്. വെള്ളം ഇപ്പോഴും ഒരു 10-12 പ്രാവശ്യമായാലും കിണറ്റിൽ വെള്ളം അടിച്ചിട്ടുണ്ട്. 2000 ലിറ്റർ വെച്ച് 6 ദിവസമൊക്കെ ഉപയോഗിക്കും. അത് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക. മഴ വന്നിട്ട് 2 ദിവസമായുള്ളൂ. നല്ല വേനല്ല ഈ സംഭവം വരുന്നത്. എന്താണെങ്കിലും കോട്ടയം പാറത്തോട് മുക്കാലി സ്വദേശി ഷുക്കൂറിൻ്റെ വീട്ടിലാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം കണ്ടുവരുന്നത്. വീടിൻ്റെ തറയിലെ ടൈലുകൾക്കിടയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ്. കഴിഞ്ഞ 7 ദിവസമായി ഈ ഒരു പ്രതിഭാസം കാണുന്നുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. ഈ സംഭവം അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ സ്ഥലം MLA ഒക്കെ ഈ വീട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഭൂജല വകുപ്പ് ഇന്ന് ഈ വീട് സന്ദർശിച്ച് പരിശോധന നടത്തി. എന്താണെങ്കിലും 2-3 ദിവസം കൂടി നോക്കാം. ഇത് വീണ്ടും തുടരുകയാണെങ്കിൽ ഇതിൽ വിശദമായ പഠനം നടത്താമെന്നൊരു ഉറപ്പാണ് ഇപ്പോൾ ഭൂജല വകുപ്പ് ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. കോട്ടയം മുണ്ടക്കയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.